ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ വെടിനിർത്തലിന് വിമതസേനയായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് സമ്മതിച്ചതായി റിപ്പോർട്ട്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ക്വാഡ് രാജ്യങ്ങളുടെ ഈജിപ്ത്, സൗദി മധ്യസ്ഥതയിലുള്ള ചർച്ചയെ തുടർന്നാണ് മാനുഷിക പരിഗണനകൾ കണക്കിലെടുത്ത് വെടിനിർത്തൽ നിർദ്ദേശത്തിന് RSF സമ്മതിച്ചത്. വർഷങ്ങളായി രാജ്യത്തെ തകർത്തെറിഞ്ഞ രൂക്ഷമായ പോരാട്ടത്തിൽ ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാർക്ക് മാനുഷിക സഹായം എത്തിക്കാൻ താൽക്കാലികമായി ശത്രുത അവസാനിപ്പിക്കാനാണ് ഈ വെടിനിർത്തൽ ലക്ഷ്യമിടുന്നത്. അതിരൂക്ഷമായ മനുഷ്യക്കുരുതിയാണ് സുഡാനിൽ ഇതുവരെ അരങ്ങേറിയത്. അമേരിക്കയുടെയും വിവിധ അറബ് രാജ്യങ്ങളുടെയും നിരന്തരമായ ഇടപെടലുകളെയും സമ്മർദ്ദങ്ങളെയും തുടർന്നാണ് ഈ നിർണായക നീക്കം. ലോകമനസാക്ഷിയെ ഞെട്ടിച്ച മനുഷ്യക്കുരുതിയിൽ 1,50,000-ത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായും ഏകദേശം 12 ദശലക്ഷം പേർക്ക് ഭവനരഹിതരാകേണ്ടി വന്നതായും ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇത്തരം അതിക്രമങ്ങൾ എല്ലാ പരിധികളും ലംഘിച്ചതിനെ തുടർന്നാണ് സമാധാന ചർച്ചകൾക്ക് വഴിയൊരുങ്ങിയത്. കഴിഞ്ഞ ദിവസം എൽഫാഷർ നഗരം പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് മാനുഷിക മൂല്യങ്ങൾ മുൻനിർത്തിയുള്ള വെടിനിർത്തൽ നിർദ്ദേശം RSF അംഗീകരിച്ചത്. ഭക്ഷണം ഉൾപ്പെടെയുള്ള അത്യാവശ്യ മാനുഷിക സഹായങ്ങൾ എത്തിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്ന് RSF അറിയിച്ചെങ്കിലും സൈന്യം കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. സിവിലിയൻ മേഖലകളിൽ നിന്ന് RSF പൂർണ്ണമായി പിൻവാങ്ങുകയും ആയുധങ്ങൾ ഉപേക്ഷിച്ച് കീഴടങ്ങുകയും ഉണ്ടായാൽ മാത്രമേ വെടിനിർത്തലിന് തങ്ങൾ സന്നദ്ധരാകൂ എന്നാണ് സൈന്യത്തിന്റെ നിലപാട്. ഈ ഒരു സാഹചര്യത്തിൽ സുഡാനിലെ സംഘർഷം, മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നിവ ചർച്ച ചെയ്യുന്നതിനായി ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിൽ നവംബർ 14 ഒരു അടിയന്തര യോഗം ചേരും. സൈന്യവുമായി 2 വർഷത്തിലേറെയായി ഏറ്റുമുട്ടൽ തുടരുന്ന അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് വെടിനിർത്തൽ നിർദ്ദേശത്തെ അംഗീകരിച്ചിട്ടും സുഡാനിലെ പോരാട്ടം അവസാനിക്കാൻ സാധ്യതയില്ലെന്നാണ് സൂചന. സൈന്യത്തിന്റെ പിന്തുണയുള്ള സർക്കാർ US നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര മധ്യസ്ഥർക്ക് ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. സൈന്യം നിയന്ത്രിക്കുന്ന തലസ്ഥാനമായ ഖാർത്തൂമിൽ വെള്ളിയാഴ്ച സ്ഫോടനങ്ങൾ നടന്നു. RSF യഥാർത്ഥത്തിൽ വെടിനിർത്തൽ നടപ്പിലാക്കാൻ തയ്യാറാണോ എന്ന കാര്യത്തിൽ വിദഗ്ധർ സംശയം പ്രകടിപ്പിക്കുന്നു. കൂടാതെ തെക്കൻ നഗരമായ എൽ-ഒബെയ്ദ് പിടിച്ചെടുക്കാനുള്ള ആക്രമണത്തിന് RSF തയ്യാറെടുക്കുകയായിരുന്നു എന്നവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 2023 ഏപ്രിൽ മുതൽ സൈനിക മേധാവി അബ്ദുൾ ഫത്താഹ് അൽ ബുർഹാന്റെ സേനയും അദ്ദേഹത്തിന്റെ മുൻ ഡെപ്യൂട്ടിയും RSF കമാൻഡറുമായ മുഹമ്മദ് ഹംദാൻ ഡാഗ്ലോയുടെ സേനയും തമ്മിലാണ് ഇത്തരത്തിൽ പോരാട്ടം നടക്കുന്നത്. RSFന് ആയുധങ്ങൾ നൽകുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭ ആരോപിക്കുന്ന UAE ഈ ആരോപണങ്ങൾ ആവർത്തിച്ച് നിഷേധിക്കുന്നുണ്ട്. അതേസമയം സുഡാനീസ് സൈന്യത്തിന് ഈജിപ്ത്, സൗദി അറേബ്യ, തുർക്കി, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നുണ്ടെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. നിലവിൽ US, സൗദി അറേബ്യ, UAE, ഈജിപ്ത് എന്നിവർ നിർദ്ദേശിച്ച വെടിനിർത്തൽ പദ്ധതിക്ക് ഈ രാജ്യങ്ങൾ പിന്തുണ നൽകുന്നുണ്ട്.